ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു നേന്ത്രപ്പഴ പ്രഥമന് രുചികരമായ രീതിയിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് പോവുകയാണ്. ഇതിന് ഞാനിവിടെ ഒരു 4 നല്ലവണ്ണം പഴുത്തതായ ഏത്തയ്ക്ക ഇതിനകത്ത് ആവിയിൽ നിങ്ങൾക്ക് ആവിയിൽ അത് പുഴുങ്ങിയെടുക്കുക, അതല്ല മൈക്രോവേവ് അവനാണെങ്കിൽ അതിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് അത് പുഴുങ്ങിയ ശേഷം അതിൻ്റെ ഒന്ന് നല്ലതായിട്ട് ഉടച്ചെടുക്കുക, അതല്ല എങ്കിൽ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിരിക്കുകയാണ്, അരച്ച് എടുത്തതാണ്. അത് ഈ 4 ഏത്തയ്ക്ക ഏകദേശം ഒരു 550 ഗ്രാംസ് ഉണ്ട്. അതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ശർക്കര ജാഗറി പൗഡർ ഏകദേശം ഒരു 2 കപ്പ് ഉണ്ട്. അതായത് അത് നിങ്ങൾക്ക് 1.25 തൊട്ട് 2 കപ്പ് വരെ ആക്കാം. ഇനി അതിലും മധുരം വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ 1.5 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 2 കപ്പിന് അല്പം താഴ്ത്തിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2ാം പാലുണ്ട്, 1ാം പാലുണ്ട്, പിന്നെ ഗീ, പിന്നെ സ്പൈസസ് എന്ന് പറഞ്ഞാൽ കാർഡമം പൗഡർ ആൻഡ് ചുക്കുപൊടി. പിന്നെ ഇത് ഒന്ന് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി അല്പം മിൽക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഐറ്റംസ് ആണ് കിസ്മിസ്, പിന്നെ കോക്കനട്ട് തേങ്ങ കൊത്ത്, പിന്നെ കശുവണ്ടി, പിന്നെ അല്പം സോൾട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. കട്ടിയുള്ളതായ പാത്രം സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെക്കുക. വെസൽ ചൂടായി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂണ് ഗീ ആഡ് ചെയ്യുക. ഈ പായസത്തിന് ഒരു 2 to 4 ടേബിൾ സ്പൂണ് ഗീയുടെ ആവശ്യമുണ്ട്. അത് 2-3 അത് ഡിപ്പെൻസ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ അരച്ചു വെച്ച് അല്ലെങ്കിൽ നല്ലതായിട്ട് ഞെരടി എടുത്തിട്ടുള്ളതായ ഈ ഏത്തയ്ക്ക ഇതിലേക്ക് ഇടുന്നു. ഇത് ഈ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് അതിൻ്റെ പച്ച രുചി മാറുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ട് അത് വഴറ്റുക. ഈ നെയ്ക്കകത്ത് കിടന്ന് ഒരു 5 മിനിറ്റ്സോളം ഇത് വഴന്നിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചതായ ശർക്കര, അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു 400 ഗ്രാംസ്, അതായത് ശർക്കരയുടെ അളവ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് അതുമായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഈ ശർക്കരയ്ക്കകത്ത് ഈ ഏത്തയ്ക്ക നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ശർക്കര പാനിയാക്കിയത് നമ്മളുടെ ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പാനിയായിട്ട് വന്നിട്ട് പിന്നെ സീവ് ചെയ്തതാണ് ഈ ഒഴിച്ചിരിക്കുന്നത്. അത് നല്ലതായിട്ട് എല്ലാമായിട്ട് ശർക്കരയുമായിട്ട് മിക്സ് ആയിട്ടുണ്ട് ആ ഏത്തയ്ക്കായും. അപ്പോൾ ഇതിനി ഇതിനകത്ത് കുറേ കൂടെ ഇതിനകത്ത് വെള്ളം വറ്റിക്കുക. ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ ഏത്തയ്ക്ക ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത് ഈ സ്റ്റേജിൽ വരാനായിട്ട് ഏകദേശം ഒരു 12 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം വിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർക്കാം. ഇവിടെ ഒരു 2 കപ്പ് 2ാം പാലാണ് ഞാൻ ചേർക്കുന്നത്. ഈ 2ാം പാലിലും ഇതിനെല്ലാം ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടാണ്. നന്നായിട്ട് കുറച്ചൊന്ന് ഇത് ആ വെള്ളം ഈ 2ാം പാലൊന്ന് വറ്റി വരട്ടെ. 2ാമത്തെ പാല് ഒഴിച്ചതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ്സ് കൂടെ
10 മിനിറ്റ്സ് മോറുണ്ട്. എനിക്ക് തോന്നുന്നു 14 മിനിറ്റോളം വീണ്ടും ഈ രണ്ടാം പാലിനകത്ത് കിടന്നിത് വെന്തിട്ടുണ്ട്. രണ്ടാം പാൽ ഒഴിച്ച് അത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് എടുത്ത് മാറ്റി വെച്ചിരുന്നു. അത് നമുക്ക് ഈ സ്പൈസസ്, അതായത് ചുക്കുപൊടിയും പിന്നെ ഇത് കാർഡമം പൗഡർ, ഏലക്ക പൊടിച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ചിലർ ഇതിനകത്ത് ഈ സ്പൈസസ് ഇടത്തില്ല. ചിലരാണ് ഇതോടൊപ്പം തന്നെ അല്പം ജീരക പൗഡറും കൂടെ ചേർക്കും. ഞാനത് ചേർക്കുന്നില്ല. ഒള്ളി കാർഡമം പൗഡറും ഈ ജിഞ്ചർ പൗഡറും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതാ ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകുമല്ലോ. ഇനി ഈ സ്റ്റേജിൽ എൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മനസ്സിലായി. രണ്ടാം പാൽ ഒഴിച്ച ശേഷം ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മിൽക്ക് ഒരു 1 കപ്പുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഈ പാലിനി തിളപ്പിക്കേണ്ട കാര്യമില്ല. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ആ ചൂടിനകത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. രണ്ടാം പാലും ഒഴിച്ചു. ഇത് പായസം പിന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് വരികയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇനിയും ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ഫ്രൈ ചെയ്ത് പായസത്തിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ 4 ടേബിൾ സ്പൂണ് ഗീ ആണ് യൂസ് ചെയ്തത് ഇതിന് പായസത്തിന് മൊത്തമായിട്ട്. ആദ്യം 2 ടേബിൾ സ്പൂണ് ഏത്തയ്ക്ക വഴറ്റുന്നതിന് വേണ്ടി യൂസ് ചെയ്തു. ബാക്കി 2 ടേബിൾ സ്പൂണ് ഈ ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് കോക്കനട്ട് ഒരു 1/4 കപ്പ് അത് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി ഇത് മാറ്റുകയാണ്. തേങ്ങ കൊത്ത് മാറ്റി. ഇനി ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് ബ്രോക്കൺ കാഷ്യൂ നട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. കാഷ്യൂ നട്ടും ഫ്രൈ ആയിട്ടുണ്ട്, അത് ഞാൻ മാറ്റുകയാണ്. ഒരു 1/4 കപ്പ് റേസിൻസ്, അതും റേസിനും ഫ്രൈ ആയിട്ടുണ്ട്, അത് മാറ്റുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു കാര്യം വിട്ടുപോയി, ഒരല്പം സോൾട്ട്, ആ സ്വീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പഴപ്രഥമന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വളരെ രുചികരമായ ഏത്തയ്ക്ക പ്രഥമൻ അല്ലെങ്കിൽ നേന്ത്ര പഴപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് എൻജോയ് ചെയ്യുക, ഫീഡ്ബാക്ക് തരിക. ഇനി വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.